ഗോവ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തായിരിക്കും ഓർമ്മ വരാം? കുറേ പാർട്ടീസ്, കുറേ ബീച്ചസ്, പിന്നെ മദ്യം, അതൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ കുറേ ഹിസ്റ്റോറിക്കൽ ബിൽഡിങ്സും പിന്നെ എന്താ പറയുക ചർച്ചസ്, അങ്ങനെയുള്ള ഒരുപാടധികം സംഭവങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കൊണ്ട് തന്നെ ഒരുപാടധികം ആളുകൾ ഗോവയിലോട്ട് ടൂറ് പോകുന്നുണ്ട്. ഒരുപാടധികം ആളുകൾ ടൂർ പ്ലാൻ ചെയ്ത് പോകാത്തവരുണ്ട്, അതിൽ തന്നെ പോയ ആളുകളും ഉണ്ട്. എന്തൊക്കെയാണെങ്കിലും ഫോറിനേഴ്സും മറ്റൊക്കെ ഒരുപാടധികം ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തന്നെയാണ് ഗോവ. ഗോവയിലെ പൂണ്ട എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്താണ് ഈ കഥ നടക്കുന്നത്. അവിടെയാണ് അതീഷ് നായിക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ താമസിച്ചിരുന്നത്. ആൾക്ക് 25 വയസ്സായിരുന്നു പ്രായം. ആൾക്ക് കാറ്ററിംഗ് ബിസിനസ് ഒക്കെ ആയിരുന്നു കേട്ടോ. ആ നാട്ടിൽ അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു കാറ്ററിംഗ് ബിസിനസ് ആയിരുന്നു അവരുടേത്. അതായത് അവിടെ എന്തെങ്കിലും ബർത്ത്ഡേ പാർട്ടി ആയിക്കോട്ടെ, കല്യാണം ആയിക്കോട്ടെ, വേറെ എന്തെങ്കിലും ഫംഗ്ഷൻ ആയിക്കോട്ടെ, അവർക്കൊക്കെ ഫുഡും കാര്യങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് ഇയാളായിരുന്നു. ഏകദേശം 8 വർഷങ്ങൾക്ക് മുൻപ് ജൂലൈ മാസത്തിന്റെ ആദ്യത്തിലാണ് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നത്. അന്നത്തെ ദിവസം ഉച്ചക്കൊരു 12 മണി കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു അതീഷ് നായിക് വീടിന്റെ പുറത്തോട്ട് ഇറങ്ങിയാണ് ആള് വണ്ടി എടുത്ത് ഇങ്ങനെ ഇങ്ങോട്ട് പോവാനായിട്ട് തുടങ്ങിയായിരുന്നു. അപ്പോഴാണ് അയൽവക്കത്തുള്ള മോഹിനി എന്ന് പറയുന്ന സ്ത്രീ ഇയാളുടെ അടുത്ത് കുശലാന്വേഷണത്തിനായിട്ട് വരുന്നത്. തനൂജ എവിടെ, അതേപോലെ തന്നെ ഉച്ചക്ക് എന്താണ് കഴിക്കാനുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർ ചോദിച്ചത്. അപ്പോൾ ഇയാളുടെ വൈഫിന്റെ പേര് തനൂജ നായിക് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആളെ ഒരു സ്ത്രീയുടെ അടുത്ത് പറയുകയാണ്, ഇന്നെന്തോ തനൂജക്ക് വയ്യ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവരകത്ത് റെസ്റ്റ് എടുക്കുകയാണ്. എന്നോട് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിരിയാണി വാങ്ങാൻ വേണ്ടി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയതാണെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇയാളിങ്ങനെ പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ നോക്കുമ്പോൾ വീട് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് നിങ്ങൾ വീട് ലോക്ക് ചെയ്ത് പോകുന്നതെന്ന് ഈ ഒരു അതീഷിനോട് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, എന്തായാലും അവളവിടെ കിടക്കല്ലേ, വേറെ ആരും വന്ന് അവളെ ശല്യം ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോക്ക് ചെയ്ത് പോവാണ്, ഞാൻ എന്തായാലും ഇപ്പോൾ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ആൾ അവിടെ നിന്ന് പോവുകയായിരുന്നു. എന്നാൽ മോഹിനിക്ക് എന്തൊക്കെയോ പന്തികേട് തോന്നുന്നുണ്ടായിരുന്നു. അവർ അതീഷ് വരുന്നതും വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ അതീഷിനെ പിന്നെ കണ്ടില്ല. ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ഇവർ കുറച്ച് പാനിക്കായി. വീടിൻ്റെ ഡോറിൽ തട്ടി മോഹിനി ഇങ്ങനെ എന്താ പറയുക തനൂജനെ വിളിക്കുകയാണ്. എന്നാൽ അകത്തുനിന്ന് ഒരു റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ ജനൽ വഴിയൊക്കെ ഇവർ നോക്കാനായിട്ട് ശ്രമിച്ചു. എന്നാൽ അകത്ത് എന്തൊക്കെയാണെന്നുള്ളത് കാണാനായിട്ട് ഇവരെ കൊണ്ട് സാധിച്ചില്ല. അങ്ങനെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഈ മോഹിനി അതീഷിന്റെ ഫോണിൽ ട്രൈ ചെയ്യായിരുന്നു. എന്നാൽ ആ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. അപ്പോൾ അന്ന് യഥാർത്ഥത്തിൽ ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത്? ഈ ഒരു അതീഷ് എങ്ങോട്ടാണ് പോയത്? എന്തിനാണ് അയാൾ വൈഫിനെ പൂട്ടിയിട്ടിങ്ങേറ്റ് പുറത്തിറങ്ങിയത്? അതുപോലെ തന്നെ ആളുടെ വൈഫായിട്ടുള്ള തനൂജക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? 2017 ഗോവയെ തന്നെ ഞെട്ടിച്ച ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. മോഹിനി അങ്ങനെ അകപ്പാടെ പാനിക്കായിട്ട് എന്ത് ചെയ്യുമെന്ന് അറിയാതെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ അതീഷിൻ്റെ സിസ്റ്ററിനെ കോൺടാക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതായത് അവിടെ നിന്ന് ഏകദേശം 15 കിലോമീറ്റർ മാറിയിട്ടായിരുന്നു അതീഷിൻ്റെ ചേച്ചി താമസിച്ചിരുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ അവരുടെ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവർ വിളിച്ചിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. ഇത് കേട്ട് ഷോക്കായ ചേച്ചി തൻ്റെ ഹസ്ബൻഡിനെയും കൂട്ടി ഈ വീടിൻ്റെ ഒരു സ്പെയർ കീ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഒരു സ്പെയർ കീ എടുത്ത് നേരെ ഇങ്ങോട്ട് എത്തുകയായിരുന്നു. അങ്ങനെ നൈബേഴ്സും ഈ ഒരു അതീഷിൻ്റെ ചേച്ചിയും ഹസ്ബൻഡും എല്ലാവരും കൂടെയും ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് അകത്തോട്ട് കയറുകയാണ്. അപ്പോൾ അവിടെ ഫുൾ ഇരുട്ടായിരുന്നു. ഒറ്റ ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഫാൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഫുൾ സൈലൻസ് ആയിരുന്നു. അങ്ങനെ അവർ ലൈറ്റും ഫാനും ഒക്കെ ഇട്ടു. അപ്പോൾ വീട്ടിലൊന്നും ആരും ഉണ്ടായിരുന്നില്ല. നേരെ ബെഡ്റൂമിലോട്ട് കയറിയപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച കാണുന്നത്. അതായത് തനുജ എന്ന് പറയുന്ന സ്ത്രീ കിടക്കുന്നുണ്ട് ബെഡിൽ, എന്നാൽ ഒരു അനക്കവും ഇല്ല. അതേപോലെ തന്നെ അവരുടെ നെഞ്ചിൽ ഒരു തലയണ വെച്ചിട്ടുണ്ട്. അതിൽ ഇതേപോലെ തന്നെ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ സൈഡിൽ റെസ്റ്റ് ഇൻ പീസ് എന്നും എഴുതിയിട്ടുണ്ടായിരുന്നു. ഇതിൽ ചിലർ ഉടനെ തന്നെ തനൂജ ചെന്ന് വിളിച്ചെഴുന്നേപ്പിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തനൂജ ഓൾറെഡി മരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നെബേഴ്സിൽ ചിലർ നേരെ പോലീസിനെ വിവരം അറിയിക്കുകയാണ്. ഉടനെ തന്നെ പോലീസുകാർ സ്ഥലത്തെത്തുകയും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ എല്ലാവരും നോക്കുമ്പോൾ ഈ ഒരു അതീഷ് തന്നെയാണ് ഇത്തരത്തിലൊരു ക്രൈം ചെയ്തിരിക്കുന്നത്. അല്ലാതെ വേറെ സസ്പെക്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതും എല്ലാം തന്നെ അപ്പുറത്തെ വീട്ടിലെ മോഹിനി എന്ന് പറയുന്ന ചേച്ചി കണ്ടിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പോലീസുകാർ അന്നത്തെ ദിവസം അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് മോഹിനിയുടെ അടുത്ത് ചോദിക്കുകയായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അന്നത്തെ ദിവസം രാവിലെ തുടങ്ങിയിട്ട് ഈ ഒരു അതീഷും അതേപോലെ തന്നെ ആളുടെ വൈഫും തമ്മിൽ ഭയങ്കര അടിയായിരുന്നു. ഈ അടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നൈബേഴ്സ് എല്ലാവരും കേൾക്കുന്ന രീതിയിലുള്ള ഫൈറ്റായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞു. പിന്നെ ഫൈറ്റൊക്കെ കഴിഞ്ഞു. അതിന് ശേഷമാണ് ഒരു 12:15 ടൈമിൽ ഇയാൾ വീടിൻ്റെ പുറത്തിറങ്ങുന്നത് ഈ മോഹിനി എന്ന് പറയുന്ന സ്ത്രീ കാണുന്നത്. അപ്പോൾ ഇയാളുടെ അടുത്ത് ചോദിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്, വൈഫ് എവിടെ, ഫുഡിന് കഴിക്കാൻ എന്താണ്, അതായത് കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ ആൾ പറഞ്ഞു, വൈഫിന് ഇതേപോലെ തന്നെ ടയർഡായിട്ട് കിടക്കുകയാണ്, വയ്യ, ഞാൻ ബിരിയാണി വാങ്ങാനായിട്ട് പോവാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് പോയതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർ പോലീസിൻ്റെ അടുത്ത് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു അതീഷിനെ കണ്ടുപിടിക്കാനുള്ള സെർച്ചും കാര്യങ്ങളൊക്കെ ഊർജ്ജസ്വലമാക്കുകയായിരുന്നു. അപ്പോൾ ഇയാളുടെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ ടീമിന് കൊടുത്തു. അതേപോലെ തന്നെ ഫോണും കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞു. അതിൻ്റെ ഇടയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അതീഷിൻ്റെ സിസ്റ്റർ അവരുടേതായിട്ടുള്ള രീതിയിൽ ഇയാളെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് ആളുടെ ഫ്രണ്ട്സിനെ കോൺടാക്ട് ചെയ്യുക, അതേപോലെ തന്നെ റിലേറ്റീവ്സിനെ കോൺടാക്ട് ചെയ്യുക, ആരോടെങ്കിലുമൊക്കെ
അദീഷ് സംസാരിച്ചിട്ടുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ അദീഷ് എത്തിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അവർക്ക് ആർക്കും തന്നെ അദീഷിനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ സിസ്റ്റർക്കാണെന്നുണ്ടെങ്കിലും ശരി, അതേപോലെ തന്നെ പോലീസിനാണെന്നുണ്ടെങ്കിലും ശരി. എന്നാൽ പിറ്റേ ദിവസം അദീഷിൻ്റെ ചേച്ചിക്ക് ഒരു കോള് വരികയാണ്. ഫോണിലുണ്ടായിരുന്നത് മറ്റാരും ആയിരുന്നില്ല, അദീഷ് തന്നെയായിരുന്നു. ആള് ഫോണിലൂടെ കൺഫേസ് ചെയ്യായിരുന്നു. അതായത് താൻ തന്നെയാണ് തനൂജയെ കൊന്നതെന്ന് ആള് ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു. എനിക്ക് നിൻ്റെ അടുത്ത് വന്ന് ഒന്ന് കാണണം നിന്നെ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ആള് ഫോണിലൂടെ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കോളിൻ്റെ കാര്യവും വിവരങ്ങളും എല്ലാം തന്നെ സിസ്റ്റർ പോലീസിനെ ഇൻഫോം ചെയ്യുകയും ചെയ്തു ഈ ഒരു കോള് വന്നതിന് ശേഷം. ചേച്ചിയുടെ അടുത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ട് തന്നെ ആൾ അവിടെ നിന്ന് മുങ്ങാനുള്ള സാധ്യത കൂടുതലാണെന്ന് പോലീസുകാർക്ക് തോന്നുകയായിരുന്നു. അങ്ങനെ പോലീസുകാർ വീണ്ടും ആ ഒരു സെർച്ച് ഊർജ്ജസ്വലമാക്കി. ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, അതേപോലെ തന്നെയുള്ള കംപ്ലീറ്റ് ഏരിയകളിലും മഫ്തിയിൽ പോലീസുകാർ ഇയാളെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. കിട്ടിയ ഇൻഫോർമേഷൻ യൂസ് ചെയ്തിട്ട് ആളെ ട്രാക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഈ ഒരു കൊല നടന്നതിൻ്റെ പിറ്റേ ദിവസം, അതായത് ജൂലൈ 4-ാം തീയതി ആളെ അറസ്റ്റ് ചെയ്യാനും പോലീസിനെ കൊണ്ട് സാധിച്ചു. പിന്നീട് ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് എങ്ങനെയാണ് തനൂജയെ കൊന്നത്, എന്തിനാണ് ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പോലീസിന് മനസ്സിലാകുന്നത്. ഈ ഒരു അദീഷിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ആളുടെ അച്ഛനും അമ്മയും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അതായത് ഈ പയ്യന് വെറും 4 വയസ്സുള്ളപ്പോഴാണ് ആ പയ്യൻ്റെ പാരൻസ് മരിച്ചു പോയത്. അതിനുശേഷം ചേച്ചിയായിരുന്നു ഈ ഒരു പയ്യനെ നോക്കിയിരുന്നത്. ചേച്ചിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ തമ്മിൽ അത്യാവശ്യം നല്ല ഏജ് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടായിരുന്നു ഈ പയ്യനെ നോക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഫൈനാൻഷ്യലി ഭയങ്കര ടൈറ്റ് ആയിരുന്നുണ്ടായിരുന്നെങ്കിലും വലിയ സീനോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ 3-4 വർഷം കഴിഞ്ഞപ്പോൾ ഈ ചേച്ചിയുടെ വിവാഹം കഴിയുകയാണ്. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. ചേച്ചി ആ ഒരു വീട്ടിലോട്ട് പോയി. ചേച്ചിയുടെ ഹസ്ബൻഡും അതേപോലെ തന്നെ അവരുടെ വീട്ടുകാരൊക്കെ വളരെ നല്ല ആളുകളായിരുന്നത് കൊണ്ട് തന്നെ ഈ ഒരു അദീഷിനെയും കൂടെ അവർ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അവിടെ നിർത്തിയിട്ടാണ് ആ പയ്യനെ പഠിപ്പിച്ചിരുന്നതും അതേപോലെ തന്നെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തു കൊടുത്തിരുന്നതും. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ ആ വീട്ടിൽ നിന്ന് അടുത്തുള്ള സ്കൂളിൽ പോയി പഠിച്ച് അദീഷ് തൻ്റെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് നീക്കുകയായിരുന്നു. അപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ അദീഷിനൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, തനൂജ എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. വളരെ ചെറിയ ക്ലാസ്സിൽ തുടങ്ങിയിട്ട് ഇവർ ഒരുമിച്ചായിരുന്നു പഠിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ക്ലോസ് ആയിരുന്നു. ഈ ഒരു തനൂജയുടെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അദീഷിൻ്റെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലി ഇല്ലേ, അപ്പോൾ അവർ രണ്ടുപേരും ഫാമിലി തമ്മിൽ ഭയങ്കര ക്ലോസ് ആയിരുന്നു. ഭയങ്കര ക്ലോസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫംഗ്ഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വരെ ഇവർ വരാറുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിൽ, അതായത് ഈ ഒരു അദീഷും തനൂജയും തമ്മിൽ അത്തരത്തിലുള്ള ഫംഗ്ഷൻ വെച്ച് വീണ്ടും കാണലും കാര്യങ്ങളൊക്കെ കൂടിയപ്പോൾ അവർ വീണ്ടും അടുക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് 10ാം ക്ലാസ്സിലത്തെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത്. ആ ഒരു എക്സാമിന് ക്ലാസ് ടോപ്പർ ആരായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തനൂജ എന്ന് പറയുന്ന പെൺകുട്ടിയായിരുന്നു. എന്നാൽ അദീഷിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേപ്പറും കാര്യങ്ങളൊക്കെ അപ്പോൾ എൻ്റെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ സ്കൂൾ തന്നെ ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. ഈ തനൂജ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ +2 കാര്യങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്തു. അപ്പോൾ ഈ ഒരു പയ്യൻ പഠിപ്പും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് തൻ്റെ അങ്കിളുടെ കൂടെ കാറ്ററിംഗ് പരിപാടിക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോവുകയായിരുന്നു. ഈ പെൺകുട്ടി ഇങ്ങനെ +2 കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇവർ ഒരു തീരുമാനം എടുക്കുകയാണ്. +2 കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 18 വയസ്സാവുമല്ലോ, അതിനുശേഷം കല്യാണം കഴിക്കാന്നുള്ളത് തീരുമാനമായിരുന്നു അത്. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനുണ്ടായ ഒരു കാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെയും പ്രണയത്തിൻ്റെ കാര്യം ഈ തനൂജയുടെ വീട്ടിലറിയാണ്. വീട്ടുകാർ ഫുള്ളായിട്ട് ഒപ്പോസ് ചെയ്യാണ്. അതായത് ആ പയ്യന് നല്ലൊരു ജോലിയില്ല, അതേപോലെ തന്നെ പഠിച്ചിട്ടില്ല. ജസ്റ്റ് 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം പഠിക്കാനുള്ളൊരു എന്താ പറയുക ആഗ്രഹം പോലും ഇല്ലാത്തൊരു പയ്യനാണ്. പിന്നെ അച്ഛനും അമ്മയും ഇല്ല, കൂടുതൽ എന്താ പറയുകയെന്നുണ്ടെങ്കിൽ റിലേറ്റീവ്സ് ഇല്ല, ആരുമില്ല. നമ്മളെ സ്റ്റാൻഡേർഡിന് തീരെ പറ്റൊരാളല്ല. അതുകൊണ്ട് ഈ ഒരു പയ്യൻ വേണ്ട, നീ പഠിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു പയ്യനെ ഞങ്ങൾ നോക്കിയിട്ട് നിനക്ക് വിവാഹം കഴിപ്പിച്ച് തരാമെന്നുള്ള കാര്യങ്ങളൊക്കെ പാരൻസ് തനൂജയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ തനൂജ അതൊന്നും കേട്ടില്ല. ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക +2 കഴിഞ്ഞിട്ട് ഈ ഒരു പയ്യൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നൊരു സിറ്റുവേഷനിലോട്ടായിരുന്നു കാര്യങ്ങൾ എത്തിയത്. 2015 കേട്ടോ തനൂജ വീട് വിട്ട് ഓടി വന്നിങ്ങായിട്ട് ഈ ഒരു അദീഷിനെ വിവാഹം കഴിച്ചത്. ഈ ഒരു വിവാഹത്തിൽ തനൂജയുടെ ഫാമിലിയിൽ നിന്ന് ഒരൊറ്റ ആൾ പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് ആ ഒരു സമയത്തും തീരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഈ ഒരു വിവാഹത്തിനും കാര്യങ്ങൾക്കൊക്കെ. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ കുറച്ച് നാൾ ഈ സിസ്റ്ററിൻ്റെ കൂടെ തന്നെയായിരുന്നു ഇവർ രണ്ടുപേരും താമസിച്ചിരുന്നത്. എന്നാൽ അതിനുശേഷം സിസ്റ്ററിനൊരു ബുദ്ധിമുട്ടാകണ്ട എന്ന് കരുതിക്കൊണ്ട് ആ ഒരു വീട്ടിൽ നിന്ന് അവരെ കുറച്ച് മാറിയിട്ട് ഒരു വാടക വീട് എടുത്തുങ്ങായിട്ട് താമസം അങ്ങോട്ട് മാറുകയായിരുന്നു. അതിനുശേഷം പിന്നീടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പയ്യൻ കൂടുതലായിട്ട് ബിസിനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. നല്ല രീതിയിൽ കാറ്ററിംഗ് വർക്കുകൾ കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങി. അപ്പോൾ നല്ല ബിസി ആയി തുടങ്ങി. നല്ല രീതിയിൽ പൈസയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ വലിയ ഇഷ്യൂസും കാര്യങ്ങളൊന്നും ഇല്ലാതെ അവരുടെ ലൈഫ് ഇങ്ങനെ നല്ല സ്മൂത്തായിട്ട് അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുമായിരുന്നു. എന്നാൽ തനൂജയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീട്ടിലത്തെ പണി അത് കഴിഞ്ഞിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ വെറുതെ ഇരിക്കുകയാണ് രാവിലെ തുടങ്ങി രാത്രി വരെ. ഈ പയ്യൻ ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഇടക്കിടക്ക് വീട്ടിലൊന്നും വരുന്നില്ല. ഇപ്പോൾ രാവിലെ പോയിട്ടുണ്ടെങ്കിൽ രാത്രി വരും, ചില
ദിവസം വർക്കും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ദിവസങ്ങളിൽ വരില്ല. അപ്പോൾ ടോട്ടൽ നോക്കുമ്പോൾ ഭയങ്കര ബോറടി പരിപാടിയൊക്കെ ആയിരുന്നു തനൂജയ്ക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ചിട്ട് ആ ഒരു പെൺകുട്ടി ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്താണ് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്താലോ എന്നുള്ളൊരു തോട്ട് വരുന്നത്. അങ്ങനെ ആ ഒരു വിവരം തൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറയുകയും ചെയ്തു. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഞാൻ +2 കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം എന്തായാലും ഡിഗ്രിക്ക് പഠിക്കാൻ തോന്നുന്നു, പ്രത്യേകിച്ച് ഇവിടെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം വെറുതെ പോവാണ്, അപ്പോൾ എന്തായാലും പഠിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അതിന് ഓക്കെ പറയുകയും ചെയ്തു. അതേപോലെ തന്നെ ഒരു കോളേജിൽ കൊണ്ടുപോയി ചേർത്തുകയും ചെയ്തു. പിന്നീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രാവിലെ തന്നെ എഴുന്നേക്കും, ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും, അതിനുശേഷം കോളേജിൽ പോകും, പിന്നെ തിരിച്ചു വരും. അങ്ങനെ ഒരു കോളേജ് ലൈഫും ഈ ഒരു ഫാമിലി ലൈഫും അവർ ഒരുമിച്ച് ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ തുടങ്ങുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോളേജിൽ പോയതിന് ശേഷം അതീഷ് ഒരു കാര്യം നോട്ടീസ് ചെയ്യാണ്. ഈ തനൂജയ്ക്ക് തൻ്റെ അടുത്തുള്ള ഒരു അറ്റൻഷൻ കുറഞ്ഞിട്ടുണ്ട്. അതായത് അവർ കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഒരുപാട് സമയം ഫോണിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫ്രണ്ട്സിനായിട്ട് ചാറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അങ്ങനെ ഇങ്ങനെയുള്ള ഒരുപാടധികം കാര്യങ്ങൾ ചെയ്യുന്നു. അതായത് പണ്ടത്തേതുപോലെ കൂടുതൽ ടൈം തൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നില്ല. പിന്നെ പോരാത്തതിന് കോളേജിൽ നിന്നുള്ള പാർട്ടീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതായത് ഇതുപോലെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ പാർട്ടി, ഇല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ടി, കല്യാണം, അത് ഇത് ഫ്രണ്ട്സിൻ്റെ ഒബ്വിയസ്ലി കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ എന്താ പറയുക, ഫ്രണ്ടിൻ്റെ ചേട്ടൻ്റെ കല്യാണം, ഫ്രണ്ടിൻ്റെ എന്താ പറയുക അമ്മാവൻ്റെ കല്യാണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെല്ലാവരും തന്നെ പോകുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻസിനൊക്കെ ഈ ഒരു സ്ത്രീ മാക്സിമം പങ്കെടുക്കാറുണ്ടായിരുന്നു. ഇവർക്ക് എല്ലാവർക്കും ആ ഒരു സ്ത്രീയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ വീട്ടിലോട്ടും കോളേജിലത്തെ ഫ്രണ്ട്സ് വരാറുണ്ടായിരുന്നു. അങ്ങനെ ഭയങ്കര സോഷ്യലായിട്ടുള്ളൊരു സ്ത്രീയായിരുന്നു തനൂജ. അപ്പോൾ അവരുടെ ആ ഒരു ലൈഫും ആ ഒരു ക്യാരക്ടറും കാര്യങ്ങളൊന്നും അതീഷിന് ഇഷ്ടപ്പെട്ടില്ല. താനല്ലാതെ വേറെ ആരൊക്കെയോ അവരുടെ ലൈഫിലുണ്ട്, വേറെ ആരൊക്കെയോ ആയിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇയാൾ വെറുതെ ചിന്തിച്ചു കൂടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അവസാനം അതീഷ് തനൂജയുടെ അടുത്ത് പറഞ്ഞു, നീ നിന്റെ ഫ്രണ്ട്സിനൊന്നായിട്ട് കൂടുതൽ സംസാരിക്കേണ്ട, അതിപ്പോൾ ആണുങ്ങളായാലും ശരി പെണ്ണുങ്ങളായാലും ശരി, ഒരു ലിമിറ്റിലൊക്കെ കാര്യങ്ങളിലൊക്കെ മതി, ഇനി വലിയ പാർട്ടിക്കും പരിപാടികൾക്കൊന്നും അധികം പോകണ്ട. അതേപോലെ തന്നെ നീ അങ്ങോട്ട് പോകുന്നത്, അതായത് അവരുടെ വീടുകളിലൊക്കെ പാർട്ടിക്ക് പോകുന്നതും എനിക്കിഷ്ടമല്ല, അതേപോലെ തന്നെ അവരിങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നതും എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇനി നിൻ്റെ ഫ്രണ്ട്സിനൊന്നും എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ പറയാണ്. അങ്ങനെ ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുകയായിരുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള അടി പതിവായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയായി. ലാസ്റ്റ് തനൂജ ആ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി തൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോവായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ അച്ഛനും അമ്മയും പണ്ട് പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഓർപ്പിക്കുകയായിരുന്നു ചെയ്തത്. അതായത് ഞങ്ങൾ അന്നേ നിന്നോട് പറഞ്ഞാലേ നമ്മളുടെ സ്റ്റാൻഡേർഡിനൊന്നും പറ്റിയ പയ്യനല്ല, അവനൊന്നും പഠിച്ചിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഇതിൻ്റെ കൂടെ ജീവിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ളതൊക്കെ ഞങ്ങൾ ഓൾറെഡി പറഞ്ഞാലേ, എന്നിട്ടും നീ കേട്ടില്ലല്ലോ എന്നുള്ളൊരു രീതിയിലായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വീട്ടുകാർ ചോദിച്ചത്. എന്നാലും അവർ ഓക്കെ കുഴപ്പമില്ല സംസാരിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം ആ ഒരു പയ്യൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും വീണ്ടും തിരിച്ചൊരുമിച്ച് താമസം തുടങ്ങുകയാണ്. എന്നാൽ വീണ്ടും ഒരുമിച്ച് താമസം തുടങ്ങിയിട്ടും അവർ തമ്മിലുള്ള അടിക്ക് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടുത്തൊരു അടിയുടെ ഇടയിൽ തനുജ ദേഷ്യത്തിൽ പറയായിരുന്നു, അന്ന് എൻ്റെ വീട്ടുകാർ പറഞ്ഞാണ് നിന്നെ കെട്ടണ്ടെന്നുള്ളത്, നിനക്ക് സ്റ്റാൻഡേർഡ് ഇല്ല, അതേപോലെ തന്നെ ഒരു സ്റ്റാറ്റസ് ഇല്ല, നീ പഠിച്ചിട്ടില്ല, ഫ്യൂച്ചറിൽ ഇഷ്യൂസ് ഉണ്ടാവും, നിൻ്റെ കുടുംബക്കാർ ശരിയില്ല, അതൊക്കെ കൊണ്ട് തന്നെ എൻ്റെ അടുത്ത് നിന്നെ കല്യാണം കഴിക്കേണ്ടതെന്ന് പറഞ്ഞതായിരുന്നു. പിന്നെ എൻ്റെ ഗതികേട്, എൻ്റെ ഒരു പ്രാന്ത് കൊണ്ട് ഞാൻ നിന്നെ കല്യാണം കഴിച്ച്, അതുകൊണ്ടാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു സ്ത്രീ പറഞ്ഞു. അതൊന്നും എടുക്കാനായിട്ട് ഈ ഒരു അതീഷിനെ കൊണ്ട് സാധിച്ചില്ല. ഇതൊക്കെ കേട്ട് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അതേപോലെ തന്നെ എങ്ങനെ പ്രതികരിക്കണം, എന്ത് ചെയ്യണം എന്നറിയാതെ ആ ഒരു സമയത്ത് ആ ഒരു പയ്യൻ സ്റ്റക്കായതായിട്ടാണ് പിന്നീട് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതീഷിൻ്റെ കൺട്രോൾ പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. അങ്ങനെ ഇരിക്കെ ജൂലൈ 1-ാം തീയതി ഈ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നതിനും 2 ദിവസം മുൻപത്തെ കാര്യമാണത്. അന്നത്തെ ദിവസം കോളേജ് കഴിഞ്ഞ് വൈകിട്ടായിരുന്നു ഈ സ്ത്രീ വീട്ടിലോട്ട് എത്തിയത്. അതായത് സാധാരണ ക്ലാസ് കഴിഞ്ഞ് ഈവനിങ് എത്തേണ്ട തനൂജ അന്ന് രാത്രിയായിട്ടായിരുന്നു എത്തിയത്. കോളേജിൽ എന്തൊക്കെയോ പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരിൽ ഇവർ തമ്മിൽ വീണ്ടും ഇഷ്യൂസ് ഉണ്ടാവുകയാണ്. അപ്പോൾ താൻ എന്തൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൾ കേൾക്കൂല, തന്നൊരു റെസ്പെക്റ്റ് ഇല്ല, തന്നൊരു സ്നേഹവും ഇല്ല, ഇവൾക്ക് വേറെന്തൊക്കെയോ അവിഹിതം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയാളെ ചിന്തിച്ചു കൂട്ടിയിട്ട് ഈ ഒരു തനൂജയെ കൊല്ലണം എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് എത്തുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ജൂലൈ 3-ാം തീയതി ഇവർ തമ്മിൽ വൻ അടി നടക്കുകയാണ്. അങ്ങനെ അടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തനൂജ ബെഡ്റൂമിൽ പോയി കിടക്കുകയാണ്. അപ്പോൾ
ഈ അദീഷ് ഉണ്ടല്ലോ, അദീഷ് വിചാരിച്ചു ഇതാണ് കറക്റ്റ് ടൈമെന്ന്. അങ്ങനെ നേരെ ബെഡ്റൂമിൽ ചെന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു തലയണ എടുത്തു. ഈ കിടക്കുന്ന ഈ സ്ത്രീയുടെ മുഖത്ത് വെച്ച് കഴിഞ്ഞിട്ട് ആ തലയണ അമർത്തുമായിരുന്നു. അങ്ങനെ ശ്വാസം മുട്ടിച്ച് ആ ഒരു സ്പോട്ടിൽ വെച്ച് തൻ്റെ വൈഫായിട്ടുള്ള തനൂജയെ ആൾ കൊലപ്പെടുത്തി. അതിനുശേഷം ഇതേപോലെ തന്നെ എഴുതി ലവ് യു, റെസ്റ്റ് ഇൻ പീസ് എന്നൊക്കെ എഴുതി വെച്ച് അവിടെ നിന്ന് ആൾ പോവായിരുന്നു. അതായത് കുറച്ച് കാശും കാര്യങ്ങളൊക്കെ എടുത്തു, വേറെ ഒന്നും എടുത്തില്ല. ആളവിടെ നിന്ന് എസ്കേപ്പ് ആകാനായിട്ട് തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ്, അതായത് ഡോറൊക്കെ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുന്ന ആ ഒരു ടൈമിലാണ് മോഹിനി എന്ന് പറയുന്ന ആ ഒരു ചേച്ചി വരുന്നതും അതേപോലെ തന്നെ കുശലാന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നതും. കാരണം അവർ ഓൾറെഡി രാവിലെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇയാൾ മാത്രം പുറത്തിറങ്ങുന്നു, വീട് ഡോർ ലോക്ക് ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പോൾ അവർക്ക് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ ജസ്റ്റ് വന്നിങ്ങായിട്ട് റാൻഡമായിട്ട് ഇയാളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചത്. ആ ഒരു സമയത്താണ് ആള് ബിരിയാണി ഡ്രാമ കളിക്കുന്നതും അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതും. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കൊലപാതകം നടത്തി അവിടെ നിന്ന് മുങ്ങിയതിന് ശേഷം ഈ അദീഷിന് തനൂജയെ കുറിച്ച് ഇങ്ങോട്ട് ചിന്തിക്കാതിരിക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ഫുള്ളായിട്ട് ഇങ്ങനെ ഹോണ്ട് ചെയ്യായിരുന്നു. ആൾ ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷനിലോട്ടായി. ആൾക്ക് ഭയങ്കര ഗിൽറ്റ് ഫീൽ അടിച്ചു. അങ്ങനെയാണ് ആളുടെ സിസ്റ്ററിനെ വിളിക്കുന്നതും കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതും. ഞാൻ തന്നെയാണ് കൊന്നത്, എനിക്കത് പറ്റിപ്പോയി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തൻ്റെ സിസ്റ്ററിനെ വിളിച്ച് പറഞ്ഞു. തനിക്ക് കാണണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. സിസ്റ്റർ ഈ കാര്യങ്ങൾ മുഴുവൻ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെയാണ് പോലീസുകാർ ഇയാളെ പിടികൂടുന്നത്. പിന്നെ ആളെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലായി. അതേപോലെ തന്നെ ഇയാൾ പറയുന്നത് എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ തനൂജയുടെ ഫോണും ഡീറ്റെയിൽസും ഒക്കെ നോക്കുകയാണ്. അപ്പോൾ അവരവരുടെ ഫ്രണ്ട്സിനായിട്ട് വളരെ കാഷ്വലായിട്ട് നോർമലായിട്ടുള്ള രീതിയിൽ തന്നെ സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ അവർക്ക് ഇത്തരത്തിലുള്ള വേറൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതും പോലീസിന് മനസ്സിലായി. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇയാൾ ഓരോന്ന് ചിന്തിച്ച് കൂട്ടി എന്താ പറയുക ഉണ്ടാക്കി ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിട്ട് വെറുതെ ഇല്ലാത്തൊരു കാര്യത്തിൻ്റെ പേരിലായിരുന്നു തൻ്റെ വൈഫിനെ ആൾ കൊലപ്പെടുത്തിയത്. ഇല്ലാത്ത അഫയറിനെ കുറിച്ച് ചിന്തിച്ച് സംശയരോഗിയായിട്ട് ലാസ്റ്റ് ആളുടെ വൈഫിനെയും കൊന്നു. ആളുടെ ജീവിതവും ആ സ്ത്രീയുടെ ജീവിതവും ഒക്കെ കളഞ്ഞു. അങ്ങനെ ഈ ഒരു കേസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ വിധി വരികയാണ് പിന്നീട്. അപ്പോൾ ഈ ഒരു കേസിൽ ആൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷയായിരുന്നു വിധിച്ചത്. ഇപ്പോൾ ആൾ ഗോവയിൽ ജയിലിലുണ്ടെന്നാണ് അറിയാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.